ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്, കാരണം ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ദാ ഒരു 8 മണിയൊക്കെ ആയിട്ടാണ് കിച്ചണിലേക്ക് കയറിയപ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. അതിനുള്ള ഐറ്റംസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ കാര്യമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത്യാവശ്യം വെയിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കടലപ്പരിപ്പും പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊരു ക്രിസ്പി ഫോം ആവുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു സവാളയുടെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിനുള്ള വറ്റൽമുളകും വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തേക്ക് രാവിലത്തേക്ക് മാത്രമുള്ള കേട്ടോ. രാത്രി വേറെ ഫുഡായിരിക്കും, രാവിലത്തേക്ക് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല കേട്ടോ പിള്ളേർക്ക്, പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നേരം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റവ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ക്യാരറ്റൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സമയമൊന്നുമില്ല, 10 മണിക്ക് ട്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് വേഗം അങ്ങോട്ട് പണി അങ്ങോട്ട് തീർക്കാം കേട്ടോ. അതിൻ്റെ ഗീ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇനി പുതിയത് ഒരെണ്ണം കൂടി വാങ്ങിക്കണം. അപ്പം ഇതിന് പപ്പടമാണ് ഉണ്ടാക്കുന്നത്. പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പപ്പടം ഇതേപോലെ ഉണ്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറ്. ഇതേപോലെ കട്ടാക്കി ആണ് ഉണ്ടാക്കാറ്. ചില സമയത്ത് ഇതേപോലെ മുഴുവനായിട്ട് ഉണ്ടാക്കട്ടെങ്കിലും വളരെ ചുരുക്കമാണ്. ഇങ്ങനെയാണ് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ എളുപ്പം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്ക് ഒരു 11:30 ആകുമ്പോൾ ട്യൂഷൻ കഴിയും. അപ്പോഴത്തേനും വേഗം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മസാലയൊക്കെ പുരട്ടി അത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. കാരണം ഇന്നലത്തെ ബീഫ് ഉണ്ട്, പാഹിൽ കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിക്കനും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 11:45 കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ വന്നു. പിന്നെ ചിക്കനൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനോടത്ത് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് മാറേണ്ട സമയമായിട്ടുണ്ടെന്ന്. സാറ്റർഡേ ആണല്ലോ. അപ്പോൾ ചെടികളൊക്കെ മാറുന്നൊരു ദിവസമാണ് സാറ്റർഡേ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു അകത്ത് വെക്കുന്ന പോട്ടാണിത്, വൈറ്റ് പോട്ട്. അപ്പോൾ അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. കഴുകിയിട്ട് നമുക്ക് പുറത്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുത്തതിന് ശേഷം അകത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ ഉണ്ട് നമ്മൾ അകത്തേക്ക് വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പുറത്തുനിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കും കേട്ടോ. അതായത് ഇലയിലൊക്കെ നല്ലപോലെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലപോലെ സ്പ്രേ ചെയ്ത് കഴുകും. അതിനുശേഷം ചെടി നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് വാർന്ന് പോയതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് എടുത്ത് വെക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ വെള്ളമൊന്നും കൊടുക്കണ്ട കേട്ടോ. അതിനുള്ള വെള്ളം അത്ര തന്നെ മതിയാകും. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് മാറ്റണ സമയത്ത് പിന്നെയും ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് കൂടാണ്ട് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന അടുത്ത സെറ്റ് ഉണ്ടല്ലോ, ഞാനിങ്ങനെ മാറി മാറിയാണ് വെക്കാറ്. ഈ 4 അകത്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുമ്പോൾ വേറെ 4 ഞാൻ വെച്ചിട്ടുണ്ട്, അത് അകത്തേക്ക് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മാറ്റിയാണ് വെക്കുന്നത്. അപ്പോൾ ഒരാഴ്ച പുറത്തിരിക്കുമ്പോൾ ഒരാഴ്ച അകത്തിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അകത്ത് സർവൈവ് ചെയ്യുന്ന നല്ല പ്ലാന്റ്സ് ആണ്.
അപ്പോൾ ഇപ്പുറത്ത് ഞാനിപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വെള്ളം പോകാനായിട്ടൊക്കെ ഒന്ന് കമിഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടികൾ മാത്രമല്ല, നമ്മളുടെ അകത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ കാണുന്നിടത്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റേണ്ട ദിവസം കൂടിയാണിത്. മേളിലും ഉണ്ട് കേട്ടോ പ്ലാന്റ്സ്, പക്ഷെ മേളിലത്തെ ഇന്നിപ്പോൾ ഞാൻ മാറ്റുന്നില്ല, അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ താഴെയാണ് കംപ്ലീറ്റ് എല്ലാം സെറ്റാക്കുന്നത്. അപ്പം ഞാൻ എന്താ ഈ ഒരു സൈഡിലൊക്കെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ആ പ്ലാന്റ്സ് ഒക്കെ എടുത്തൊന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ അകത്തേക്ക് വെക്കാനുള്ളതാണ്. അകത്ത് കുറച്ച് ചെടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അകത്ത് ഇതേപോലെ ഒരു വൈറ്റ് പോട്ടിലാണ് ഞാൻ വെക്കാറ്, ചെറിയ വൈറ്റ് പോട്ടിലാണ് വെക്കാറ്. അപ്പം അകത്ത് ചെടികളൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ചെടി എന്താണ്, ഈ ചെടികൾ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ആ പോട്ടിലേക്ക്, വൈറ്റ് പോട്ടിലേക്ക് നമ്മൾ നേരത്തെ ഇപ്പോൾ വെള്ളം നനച്ച് വെച്ച ചെടികളുണ്ടല്ലോ, അതിങ്ങോട്ട് തിരിച്ചെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ചെടികളാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് വെക്കാനായിട്ട് പോണത്. അത്യാവശ്യം എല്ലാം നല്ലപോലെ വെള്ളമൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ഇത് മതി. അപ്പോൾ അപ്പോഴത്തേനും സൈക്കിളിൽ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയിട്ടൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് സൈക്കിളൊന്ന് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ആലിമും കൂടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെടികൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ചെടികളൊക്കെ ഒന്ന് കഴുകി കൊടുക്കാനുണ്ട്. ഇലയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകാനുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തത് അതാണ് കേട്ടോ ചെയ്യുന്നത്. വർക്ക് ഏരിയയിൽ ഇതേപോലെ ഒരു കുഞ്ഞി പോട്ടിൽ ഇതേപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ആഴ്ചയിൽ മാറ്റി കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചെടികളൊക്കെ കണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ കിട്ടുന്നത്. അതായത് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് വലിയ എനർജി ഒന്നും കിട്ടാൻ പോണില്ല. ചെടികൾ ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും ഈ ഒരു ഗ്രീൻ ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു ഉന്മേഷമായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ചെടികളൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യാനാണെങ്കിലും ചെടികൾ എപ്പോഴും എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ് ചെടികൾ. അഹിലിൻ്റെ ഈ ഒരു പോട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷന് വേണ്ടി പെയിൻറ് ചെയ്താണ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അവന് പെയിൻറ് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല, ഉള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തൊരു ബേസാണ് അവൻ ചെയ്തത്. അപ്പോൾ അത് അതിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ക്യൂട്ടായിട്ടിരിക്കുന്നത് നമ്മൾ കിച്ചണിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും സൈക്കിളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഗേറ്റ് ചെറുതായിട്ട് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വൈറ്റ് ആയതാണ്, നല്ലപോലെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ മേളിലിട്ടിരിക്കുന്ന പർഗോളയുടെ ഗ്ലാസ് നേരെ വെള്ളം വീഴുന്നത് ഈ ഒരു നമ്മുടെ ഗേറ്റിലേക്ക് തന്നെ കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വീഴോട്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല, കറക്റ്റ് ആ പോയിന്റിലാണ് വീഴുന്നത്. അതുകൊണ്ടാണ് അവിടെ പൂപ്പൽ പെട്ടെന്ന് പിടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചെഴുകുന്നുണ്ടായിരുന്നേ, അതൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്തല്ല കേട്ടോ, അതൊക്കെ ആളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അകത്ത്. അത് മാത്രമല്ല ഞാൻ ഒന്ന് ഓടിച്ചിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഓടിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വീട്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അഹിലിന് ഇതേപോലെ ഒരു മുട്ടയൊക്കെ എടുത്ത് ചിക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. ചിക്കൻ വാങ്ങിക്കാനൊന്നും പറ്റിയൊന്നുമില്ല, വിചാരിച്ച സമയത്ത് ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഫുഡാണ് കേട്ടോ. ഇന്നിപ്പോൾ ഫുഡ് അതിലപ്പോൾ 2 ദിവസമായിട്ട് പൊറോട്ട വാങ്ങിക്കാമെന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് പൊറോട്ട വേണ്ട, ബ്രെഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേർക്കും എഗ്ഗ് ബുൾസേ ആണ് ഉണ്ടാക്കുന്നത്. അഹിലിന് ഇതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ അതേപോലെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ 2 പേർക്കും കഴിക്കാനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആലിമിന് ഇങ്ങനെ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലിമിന് ഞാൻ ഇങ്ങനെ ഇടുള്ളൂ കേട്ടോ, മറിച്ചിട്ട് കൊടുത്തിട്ടാണ് അവന് കൊടുക്കാറ്. കാരണം എനിക്കും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ വലുതാവുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ തന്നെ ആഹിലിന് കൊടുക്കുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ കൊടുക്കുമ്പോഴാണല്ലോ കുട്ടികൾ കഴിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ബീഫ് കറി ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബീഫ് കറി ഇരിക്കുന്നുണ്ട്. പിന്നെ കട്ടൻ ചായയും തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ കട്ടൻ ചായ മസ്റ്റാണ്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.